ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ഒരു ബീട്രൂട്ട് സ്ക്രബാണ്. സ്കിന്ന് നല്ലതുപോലെ ഡാർക്ക് ആയിട്ടുള്ളവർക്കും അതുപോലെ നന്നായിട്ട് ഡ്രൈ സ്കിന്നുള്ളവർക്കും വളരെയധികം നല്ലൊരു റിസൾട്ട് തരുന്ന സ്ക്രബാണ്. അപ്പോൾ നമുക്ക് ഈ ബീട്രൂട്ട് സ്ക്രബ് എങ്ങനെ റെഡിയാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും പുതുതായി നമ്മുടെ ചാനലും വീഡിയോയും കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. ഈ സ്ക്രബ് റെഡിയാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ബീട്രൂട്ടാണ്. ബീട്രൂട്ടിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ വാഷ് ചെയ്ത് ഒരു ചെറിയ പീസ് ബീട്രൂട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ ആക്കണ്ട, കാരണം നമുക്കിത് സ്ക്രബാണ് റെഡിയാക്കുന്നത്, അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് തരി ആവശ്യമുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് നമുക്ക് മസൂർ ദാലിൻ്റെ പൗഡറും അതുപോലെ റൈസ് പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പൗഡറാണ് എടുക്കുന്നത്. 1 സ്പൂണോളം പൗഡറാണ് നമ്മൾ ഒരു ബൗളിലേക്ക് എടുക്കുന്നത്. മസൂർ ദാലിൻ്റെ പൗഡറോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം റൈസ് പൗഡർ മാത്രം എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പൗഡറിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മിൽക്കാണ്. ഞാനിവിടെ ബോയിൽ ചെയ്ത മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് റോ മിൽക്ക് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മിൽക്ക് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും സഹായിക്കും. ഒരു സ്ക്രബിൻ്റെ കൺസിസ്റ്റൻസി ആവുന്ന അത്രത്തോളം മിൽക്ക് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മിൽക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ സ്ക്രബ് ഒരുപാട് അങ്ങ് വാട്ടറി ആയി പോകും. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഫേസ് സ്ക്രബ് റെഡി ആയിട്ടുണ്ട്. ഇതൊരാഴ്ചയിൽ 2-3 ദിവസം നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് സ്ക്രബ് നമ്മുടെ കയ്യിലെടുത്തതിന് ശേഷം നമ്മുടെ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നോസിൻ്റെ സൈഡിൽ അതുപോലെ ചിന്നിൽ ഫോർഹെഡിലൊക്കെ ലൈറ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് തണുത്ത വെള്ളം ഉപയോഗിച്ച് നമ്മുടെ ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. സ്കിന്നിനെ വൈറ്റൻ ചെയ്യാനും സ്കിന്നിലുള്ള പിമ്പിൾസ്, ബ്ലാക്ക് ഹെഡ്സ് ഇതൊക്കെ റിമൂവ് ചെയ്ത് സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും ഈ ബീട്രൂട്ട് ഫേസ് സ്ക്രബ് വളരെയധികം സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ റെഡിയാക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.